നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലെ ചിലരുടെയൊക്കെ കരച്ചിൽ കാണുമ്പോൾ വലിയ അത്ഭുതം തോന്നും. ചിലരൊക്കെ പറയുന്നത് നരേന്ദ്രമോദിക്ക് ചന്ദ്രബാബു നായിഡുവിൻ്റെ മുന്നിലും അല്ലെങ്കിൽ നിതീഷ് കുമാറിൻ്റെ മുന്നിലുമൊക്കെ ഇങ്ങനെ പമ്മി നിൽക്കേണ്ടി വരും. കാരണം എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ അവരുടെ കൂടി അനുവാദം വേണ്ടി വരുമെന്നൊക്കെയാണ് പറയുന്നത്. മുന്നണി രാഷ്ട്രീയത്തെ പറ്റിയോ അല്ലെങ്കിൽ മുന്നണികളെ പറ്റിയുള്ള രീതിയൊന്നും അറിയാത്തവരൊന്നും അല്ല അവർ. എന്തെങ്കിലുമൊക്കെ സമാധാനം കൊള്ളണ്ടേ. അവരുടെ അറിവിലേക്കായി ഞാൻ ഒരു ചാർട്ട് കാണിക്കുന്നു. ഇതിൽ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് എന്നത് നോക്കുക. ഇവിടെ 140 MLA മാരുണ്ടെങ്കിൽ LDFന് മൊത്തമായിട്ട് 98ഉം CPIMന് 61ആണ്. നിങ്ങൾക്കറിയാമല്ലോ, 61 സീറ്റ് ഉണ്ടെങ്കിൽ CPMന് ഈ കേരളം ഭരിക്കാനാവില്ല. കേരളം ഭരിക്കാൻ വേണ്ട സീറ്റ് 71ആണ്. അപ്പോൾ CPM എങ്ങനെയാണ് കേരളം ഭരിക്കുന്നത്? CPIയുടെ 17 ചേരുന്നുണ്ട്. അതിനകത്ത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ 5 ചേരുന്നുണ്ട്. പിന്നെയും വേറെയും അനവധി ചെറിയ പാർട്ടികളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് LDFന് ഈ 98 കിട്ടിയത്. ഇനി നിങ്ങളുടെ ലോജിക്ക് വെച്ചിട്ട് മോദിക്ക് നിതീഷ് കുമാറിനോടും അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ മുന്നിൽ നിങ്ങൾ പറയുന്ന പോലെ ഇങ്ങനെ പഞ്ചപൊച്ച മുടക്കി നിന്നിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇവിടെ പിണറായി വിജയൻ എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ തന്നെയാണ് ഇങ്ങനെ ബുമറാങ് എഴുതി വിടുന്നത്. അതിങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളുടെ നെഞ്ചത്ത് തന്നെയാണ് വന്ന് വീഴുന്നത്. ഇവിടെ കഴിഞ്ഞ 6-7 പതിറ്റാണ്ടായിട്ട് മുന്നണി മാത്രമേ ഉള്ളൂ കേരളത്തിൽ. ഈ UDF ആണെങ്കിലും ശരി, LDF ആണെങ്കിലും ശരി, ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. ഇവിടെ വളരെ അപൂർവമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു VSൻ്റെ കാലത്ത് VSൻ്റെ മാത്രം CPMന് ആ സമയത്ത് എന്തോ 70-ന് മേളിൽ കിട്ടിയെന്ന് തോന്നുന്നു. എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഒരു സമയത്തും കോൺഗ്രസ്സിനാവട്ടെ CPMനാവട്ടെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഒരു ഭൂരിപക്ഷവും ഇവിടെ കിട്ടിയിട്ടില്ല. ഇവിടെ മുന്നണിയായിട്ടാണ് ഭരിക്കുന്നത്. കേരളം പോലെ ഒരു കൊച്ചു സ്ഥലത്ത് പോലും ഇതാണ് അവസ്ഥ. മുന്നണിയായിട്ട് മാത്രമേ ഭരിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പോഴാണ് നരേന്ദ്രമോദി എന്ന ആ രാഷ്ട്രീയ നേതാവിൻ്റെ വലിപ്പം എത്ര ഭീമാകാരമായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യം വരും. കഴിഞ്ഞ 10 വർഷവും അദ്ദേഹം ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ഈ മഹാരാജ്യത്തിൻ്റെ ഭരണചക്രം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കൂടെ തിരിക്കുകയായിരുന്നു എന്ന സത്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇപ്പോൾ മാത്രമാണ് ഏതാനും സഖ്യകക്ഷികളുടെ സഹായം മാത്രം മതി അത് അദ്ദേഹത്തിന്. ഇനി തിരിച്ചൊന്ന് ചിന്തിക്കുക. ഇന്ത്യ മുന്നണിയായിരുന്നു ഈ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചിരുന്നുവെങ്കിൽ എത്ര പേരുടെ മുന്നിൽ രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ നിൽക്കണം? 99 സീറ്റും വെച്ചിട്ട് എത്ര പേരുടെ മുന്നിൽ പോയി രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ നിൽക്കണം? എന്താ നിങ്ങളത് ചിന്തിക്കാത്തത്? ഒരുപക്ഷേ മോദിക്ക് ചന്ദ്രബാബു നായിഡുവിനെയും അല്ലെങ്കിൽ നിതീഷ് കുമാറിനെയും മാത്രം ബോധിപ്പിച്ചാൽ മതിയാവും എന്തെങ്കിലും സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ. ഇനി അഥവാ ഇവർ രണ്ടും വിട്ടുപോയാൽ പോലും നരേന്ദ്രമോദി സർക്കാർ താഴെ വീഴാൻ പോണില്ല. അത് BJP എന്താണെന്നും അമിത്ഷാ എന്താണെന്നും അറിയാത്തവർ മാത്രമേ അങ്ങനെയുള്ള വക്രീകരിച്ച ചിന്തയിലേക്ക് പോവുകയുള്ളൂ. അദേഴ്സ് എന്ന കോളത്തിൽ 18 പേർ ഇപ്പോഴും പുറത്തുണ്ട് എന്ന് ഓർക്കണം. അതിൽ 7 പേർ ഇതിനകം തന്നെ BJPക്ക് പിന്തുണ കൊടുത്തു കഴിഞ്ഞു. അവർ ഇതിനകം തന്നെ 300 എന്ന ആ മാന്ത്രിക സംഖ്യ കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് SP-ക്ക് 40-40 MP-മാരുണ്ട്. ഈ MP-മാരിൽ എത്ര പേര് നാളെയും SP MP-മാരുടേതായിട്ട് തന്നെ ഇരിക്കും എന്ന് എന്താണ് ഉറപ്പ്? എത്രയോ ചെറിയ പാർട്ടികളുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ചിന്ത നിതീഷ് കുമാറിൻ്റെ തലച്ചോറിലൂടെ കടന്നുപോയി എന്ന് BJPക്ക് തോന്നിയാൽ നിതീഷ് കുമാറിൻ്റെ കയ്യിലുള്ള 12 MP-മാരിൽ 7 എണ്ണവും കൊണ്ട് അമിത്ഷാ പോകും. അപ്പോൾ പിന്നെ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ പിന്നെ കൂറുമാറ്റ നിരോധന നിയമമൊന്നും അവിടെ ബാധകമാവില്ല. അതുകൊണ്ട് നോക്കിയും കണ്ടും കളിച്ചില്ല എങ്കിൽ ഈ 241 സീറ്റ് എന്നത് അവർ പുഷ്പം പോലെ 271ലേക്ക് കൊണ്ടെത്തിക്കും. കളിക്കുന്നത് ആരോടാണ് എന്ന് ഓർത്ത് വേണം കളിക്കാൻ. ഇനി ഈ 241 മതി സുഖമായിട്ട് ഇന്ത്യ ഭരിക്കാൻ. ബാക്കി കുറച്ച് സഖ്യകക്ഷികൾ കൊണ്ട് അവർക്ക് ഏതാനും മന്ത്രിസ്ഥാനമൊക്കെ കൊടുത്താൽ സുഖമായിട്ട് ഭരിക്കാം. ഇവിടെ വെറും 182 BJP MP-മാരും ബാക്കി സഖ്യകക്ഷികളെയും കൊണ്ട് AB വാജ്പേയി സുന്ദരമായിട്ട് 6 വർഷത്തോളം മൊത്തം 6 വർഷത്തോളം ഇവിടെ ഭരിച്ച് കാണിച്ചിട്ടുണ്ട്. അതും പിന്നെയും ഭേദപ്പെട്ട ഒരു അംഗബലം അദ്ദേഹത്തിന് ഉണ്ട് താനും. ഇനി മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുക. 2014 കോൺഗ്രസ് നേടിയത് എത്രയാണ് സീറ്റ്? 44 മറ്റോ ആണ്. 2019 ആയപ്പോൾ അത് 50-ന് മുകളിൽ കടന്നു. ഇനിയിപ്പം രണ്ടും കൂടെ കൂട്ടി 100 എന്ന് തന്നെ വെക്കുക. 100 പിടിച്ചു. ഇത്തവണ എത്ര കിട്ടി? 99 കിട്ടിയത്. ഇത് രണ്ടും കൂടെ ചേർത്താലും 200 എത്തുന്നില്ല. അപ്പോൾ പോലും ഈ 2024 BJPക്ക് മാത്രം 241 കിട്ടി. ഈ 3 തവണത്തെ സീറ്റുകൾ ചേർത്ത് വെച്ചാൽ പോലും കോൺഗ്രസ് ഇപ്പോഴത്തെ BJPക്ക് ഒപ്പം ആവുന്നില്ല.
ആ കോൺഗ്രസ്സിലെ ആ രാഹുൽ ഗാന്ധി എന്തോ നേടിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെയൊക്കെ കൊണ്ട് ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്. ഇവന്മാർ തലയിൽ വല്ല നെല്ലിക്കാത്തളം വെക്കണം. അതായത് റാങ്ക് കിട്ടേണ്ട വ്യക്തിക്ക് 2-3 മാർക്ക് കുറഞ്ഞിട്ട് ആ 3 മാർക്ക് പോയല്ലോ എന്നോ വിഷമിച്ചിരിക്കുമ്പോൾ ഇവിടെ ജസ്റ്റ് പാസ്സായവൻ നിന്നങ്ങ് തുള്ളിച്ചാടുകയൊക്കെയാണ്. ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. രാഹുൽ ഗാന്ധി ഈ 99 സീറ്റും വെച്ചിട്ട് ഒരു കാരണവശാലും ഇന്ത്യ ഭരിക്കാൻ പോണില്ല. ഇനി കുറേയേറെ സഖ്യകക്ഷികളെ കൂട്ടിപ്പിടിച്ചൊരു മുന്നണി ഉണ്ടാക്കിയാലും നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് ഈ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി എത്ര പേരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കണം? അതിലും എത്രയോ ഭേദമാണ് 1-2 സഖ്യകക്ഷികളോട് മാത്രം ഒന്ന് കൂടിയാലോചിച്ചാൽ മതി. പക്ഷേ മുന്നണി സംവിധാനത്തിൽ അങ്ങനെയല്ല. ഒരൊറ്റ MP ആണെങ്കിലും, ഇനിയിപ്പോൾ സംസ്ഥാന തലം നോക്കുകയാണെങ്കിൽ ഒരൊറ്റ MLA ഉള്ള ആളാണെങ്കിലും അതൊക്കെ മുന്നണി മീറ്റിങ്ങൊക്കെ കൂടുമ്പോൾ കൂട്ടായ തീരുമാനമെടുത്ത് കൂട്ടായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ചില അവസരങ്ങളിൽ ഒറ്റ പാർട്ടിക്ക് മെജോറിറ്റിയൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ആ പാർട്ടിയുടെ അണികൾക്ക് അതൊരു പ്രത്യേക ഒരു അഭിമാനവും മറ്റുമൊക്കെയാണ്. ചിലർക്കൊക്കെ കുറച്ച് അഹങ്കാരവും മറ്റുമൊക്കെയാണ്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷത്തിന് അവരുടെ കോട്ടയായിട്ടുള്ള ഈ കേരളത്തിൽ പോലും ഒരിക്കൽ പോലും പറ്റിയിട്ടില്ല. 70 സീറ്റോ 71 സീറ്റോ നേടാൻ അവർക്ക് ഒരിക്കൽ പോലും പറ്റിയിട്ടില്ല. ഈ 99 സീറ്റ് നേടിയ പിണറായി വിജയൻ്റെ ഈ രണ്ടാം സർക്കാരിൽ പോലും അവർക്കുള്ളത് 61 MLA-മാരാണ്. പിന്നെ CPIയുടെ കൂടെ വേണം മത്സരിക്കുക. അപ്പം രണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ രണ്ടും ഒന്നല്ലേ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നുള്ള വിചാരം വേണ്ട. അടിയന്തരാവസ്ഥ കാലത്തൊക്കെ CPI കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് മത്സരിച്ചവരാണ്. അന്ന് CPM ഒക്കെ എതിരായിരുന്നു എന്ന് ഓർക്കണം. അപ്പോൾ വേണമെങ്കിൽ അവർ പരസ്പരവും മത്സരിക്കുകയൊക്കെ ചെയ്യും, പരസ്പരം മത്സരിക്കും, കാലുവാരും. അതുകൊണ്ട് രണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നൊന്നും വിചാരിച്ച് കളയരുത്. അവർ രണ്ടും അടിവെച്ച് രണ്ടായി പിരിഞ്ഞ് പോയവരാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ പിണറായി വിജയൻ പോലും ഒറ്റക്കക്ഷി ഭൂരിപക്ഷത്തിലല്ല ഭരിക്കുന്നത്. എത്രയോ ചെറിയ പാർട്ടികളുടെ കേരള കോൺഗ്രസ് എസിൻ്റെ വരെ പിന്തുണയുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഭരിക്കുന്നത്. നിങ്ങൾ പറയുന്ന പോലെ അദ്ദേഹം ഓരോ കാര്യങ്ങളും എടുക്കുമ്പോൾ ഇങ്ങനെ കേരള കോൺഗ്രസ് എസിൻ്റെ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ മുന്നിൽ പോയി ഇങ്ങനെ ഓച്ചാനിച്ച് നിന്നിട്ടല്ല ചെയ്യുന്നത്. അതൊക്കെ നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. മുന്നണി സംവിധാനം എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. തോറ്റു നന്നായിട്ട് മെഴുകി. ഒറ്റ സീറ്റോ ഇവിടെ കിട്ടിയുള്ളൂ CPM-ന്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് ആശ്വസിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അത് നിങ്ങളതുകൊണ്ടാണത് പറയുന്നതെന്ന് ഇത് കാണുന്നവർക്കും അറിയാം, പറയുന്ന നിങ്ങൾക്കും അറിയാം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.